യോ മുത്തേ, നമ്മുടെ സബ്സ്ക്രൈബർ നൻപൻ നറൂട്ടോ തന്ന ഫ്ലൈയിങ് സ്കുരൽ പെർഫെക്റ്റോ വണ്ടിയും കൊണ്ട് ഞാൻ വന്നിട്ടുണ്ടാ മുത്തേ. ഒരു BMW, അതായത് ഫ്ലൈയിങ് സ്കുരൽ മീറ്റാണ്. എല്ലാവരും ഫ്ലൈയിങ് സ്കുരൽ കൊണ്ടുവരുന്ന ഞാൻ വിശ്വസിക്കണം മുത്തേ. ബസ്സൊന്നും എടുത്തുകൊണ്ട് വരല്ലേ, അത്ര എനിക്ക് പറയുള്ളൂ. ബസ്സൊന്നും എടുത്തുകൊണ്ട് വരല്ലേ, ഫ്ലൈയിങ് സ്കുരൽ കൊണ്ടുവരാൻ പറയുമ്പോൾ ബസ് കൊണ്ടുവന്ന് വരല്ലേ, അത്രയൊന്നും ചെയ്ത ആളല്ലേ. എടാ കടയിലോട്ട് പോകാം. ഓ എൻ്റെ പൊന്നോ, എല്ലാ ഫ്ലൈയിങ് സ്കുരലും കാണുമ്പോൾ മനസ്സ് സന്തോഷിക്കണം. ഓ വണ്ടിയൊക്കെ തീപ്പൊരി. എടാ ഇത് HP ആണ്, നോക്കില്ല, നോക്കാം ആദ്യം അങ്ങെത്തിട്ട്. HP ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. HP ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി. HP കാണും, നല്ല ഇത് കാണും. ഓ എടാ കടയിലോട്ട് വാട്ട എല്ലാവരും കേട്ടോ, അവിടെയാണ് നമുക്ക് സ്ഥലം ഉള്ളതാണ്. നട റോട്ടിൽ നിൽക്കാം, നമുക്ക് കടയിൽ പോയി നിൽക്കാം. യോ ചാറ്റ്, എടാ നിങ്ങളെന്ത് സ്നേഹമുള്ളമാരോ, നിങ്ങളെന്താടാ ഇങ്ങനെ. 925 HP എന്നാ. ഓക്കേടാ മുത്തേ, നറൂട്ടോ മുത്തേ. ഓക്കെ നല്ല HP ആണ്. ഒയ്യോ അങ്ങനെ ഇടിക്കാൻ സമ്മതിക്കൂടാ മുത്തേ. റുബക്സ് മുത്തൊക്കെ വന്നല്ലേടാ. എല്ലാവരും വന്നോട്ടോ, എല്ലാവരും വന്നോ. ഞാൻ കടയിലോട്ട് പോകണം, അവിടുത്തെ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വണ്ടി പാർക്കാക്കിയിട്ട് പക്ക ഫോട്ടോ എടുക്കാം. ഓക്കെ സീരിയസ്ലി ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടുള്ളത് 3 സമയത്താണ് ഗൈസ്. ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള 3 സന്ദർഭങ്ങളിലാണ്. 1 ഇപ്പോൾ കണ്ട ഫ്ലൈയിങ് സ്കുരൽ, 2 റൊണാൾഡോ കാർ, 3 നമ്മളെ പോളണൻ്റെ. സീരിയസ്ലി ഗൈസ്, ഈ വശത്ത് ഫ്ലൈയിങ് സ്കുരൽ ഇടാവേ ഗൈസ്. ഈ വശത്ത് ഫ്ലൈയിങ് ഗൈസ്, ഈ വശത്ത് ഫ്ലൈയിങ് സ്കൂളിൽ ഇടാവേ ഗൈസ്. കേട്ടാ ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ മതി കേട്ടാ ഗൈസ്, ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ മതി. അയ്യോ എടാ ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ അപ്പുറത്ത് വേറെ വണ്ടി കേട്ടോ. ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ മതി. എടാ ഫ്ലൈയിങ് സ്കൂളിൽ നാണ്ടാ മച്ചാനെ പറഞ്ഞു. ഇതാരെ വണ്ടി, ഇത് മാറ്റി മുത്തേ. ഏവലെ മുത്തേ, എടാ വണ്ടി മാറ്റി മുത്തേ. ഏവലെ വണ്ടി അങ്ങോട്ടിട്. എടാ ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ മതി, നമുക്കൊരു ഫോട്ടോ എടുക്കാനാണ് ഗൈസ്. ഇവിടെ ഫ്ലൈയിങ് സ്കൂളിൽ മതി. ഇവിടെ മുത്തേ ഏബലെ മാറ്റി, വണ്ടി മാറ്റി. കാർ മാറ്റി. ഓക്കെ എടാ ഇത് ഫ്ലൈയിങ് സ്കൂളിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ മനസ്സിലാവില്ല നിങ്ങൾക്ക്. എടാ ഇവനെ കിക്കാകും ഞാൻ. എടാ ഞാനേ മുത്തേ വണ്ടി മാറ്റാം മുത്തേ. വണ്ടി ഇത് ഫ്ലൈയിങ് സ്കൂളിൽ ഇതാണ്, സൈഡാണ്. നീ അപ്പുറ സൈഡ് കൊണ്ടിട്, വണ്ടി മാറ്റി. ധ്യാനെ അപ്പുറത്തിട്. അത്രേ ഉള്ളൂ. നല്ല കാര്യം. അവിടെ ഇവൻ്റെ വണ്ടി എന്തിര് കാണിക്കുന്നു. ഏബലെ വണ്ടി മാറ്റാം മുത്തശ്ശേ. ഞാൻ എടുക്കാം. അവിടെ ലോക്കാക്കി വെച്ചാൽ കേട്ടോ. ഏബലെ മാറ്റാ. ഇല്ല ഞാൻ എങ്ങനെ ഇത് എന്തിനാക്കണ പരിപാടി. ഏബലെ മാറ്റ്. എടാ കിക്കാക്കേണ്ടി ഒരു ചാറ്റ്. അവൻ മാറ്റല്ല ഗൈസ്, സീരിയസ്ലി. ഗൈസ് ദാറ്റ് സൈഡ്. എടാ ഈ സൈഡ് മൊത്തം ഇതാണ്. ഈ സൈഡ് കണ്ട ഇതാണ്. ഈ സൈഡ് ഫ്ലൈയിങ് സ്കൂളിന് വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അപ്പുറ സൈഡ് ഇട്ടോ. അത് തന്നെ മുത്തേ, അത്രേ ഉള്ളൂ. താങ്ക് യു മുത്തേ, സീരിയസ്ലി താങ്ക് യു. ഓക്കെ എടാ എവിടെത്തി അങ്ങോട്ട് അപ്പുറ സൈഡ് മുത്തേ, അപ്പുറ സൈഡ് കേട്ടോ. അങ്ങോട്ട്. ഓക്കെ എടാ ഫ്ലൈയിങ് സ്കൂറിലെല്ലാം മുത്തേ ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ഓക്കെ മുത്തേ, ഫ്ലൈയിങ് സ്കൂറിൽ ഇവിടെ എടുത്ത് ചേർത്തിയടാ. നീ എങ്ങനെയാടാ ഇട്ട് വച്ചേക്കണ മുത്തേ. ഇതെന്ത് ഒട്ടിച്ചിട്ടേക്കണ നീ. എന്ത് കാണിച്ചത്, എന്ത് ഒട്ടിച്ചിട്ടേക്കണ മുത്തേ. ഇത് ഗ്യാപ്പ് ഇടാ. ഇതെന്ത് പരിപാടി. ഓക്കെ കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഇനി ഫോട്ടോ എടുക്കാം. എടാ നീ എന്ത് കാണിക്കണേ. വണ്ടി അവിടെ മരി കിടക്കൂല്ലടാ. എടാ ഇവ എന്ത് കാണിക്കണേ. വൈകിയ മുത്തേ, എന്ത് പരിപാടി മുത്തേ കാണിക്കണേ. എനിക്ക് ഉള്ള പോലെ എടുക്കാം ഗൈസ്. നിങ്ങൾ അങ്ങോട്ട് വന്നിരിക്കുക, ആ ഒരു സ്ഥലത്ത് ഗ്യാപ്പ് കവറാക്ക്. ഓക്കെ അതെങ്കിൽ അത് ഗൈസ്. ലിയോ. ഓക്കെ ബ്രോ ഇതുപോലെ ഇട്. എടാ ഇതെന്തൊരു സാധനമാണ് മുത്തേ. എന്തൊരു സാധനം. ഒരു ഗ്യാപ്പിൽ എന്തിനാ ഒരു വര വരച്ച് വെച്ചേക്കണം മുത്തേ. ഇതെന്തിനാണ് സാധനം. ചാറ്റിൽ അങ്ങനെ നീ പറഞ്ഞേക്കണം. അർജുന എന്തൊരു സാധനമാണ്, എനിക്ക് അറിഞ്ഞൂടല്ല. എടാ എല്ലാം എന്തൊരു കാണിക്കണ്ട. ഫ്ലൈയിങ് സ്കൂളിൽ എടുത്തുകൊണ്ട് പോണാ ഗൈസേ. ഓക്കെ നമുക്ക് ഉള്ള വെച്ചെടുക്കാം ഗൈസ്. അത് തന്നെ ഒന്നെങ്കിൽ 1, 2 ഗൈസ്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എടുക്കാം. അവസാനം നിങ്ങൾ എൻ്റെ അടുത്ത് ലൊട്ട പറയില്ലേ, ഞാൻ ഫോട്ടോയിലില്ല, അങ്ങനെയാണ് ഇതായി പോയി അങ്ങനെ പറയില്ലേ.
എന്നെ ലൊട്ട പറയില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് 2, 3, 4 തവണ പറഞ്ഞു. എന്തായാലും 2 ഫോട്ടോ കിട്ടി കേട്ടോ, നല്ല കാര്യം കേട്ടോ. ഇതെനിക്ക് തമ്പ്ലൈൻ ഇടാന്നേ ഉള്ളൂ. ഓക്കെ. എടാ പൈറ്റലെ വൈറ്റി മുത്തേ, വണ്ടി മാറ്റി മുത്തേ, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുവാണ്, നീ കിക്കാക്കേണ്ടി വരത്തല്ലേ മുത്തേ. ഓക്കെ 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 ഓക്കെ. ഫ്രെയിം ഫോട്ടോയ്ക്കുള്ളത് ഓക്കെയാണ്. എടാ ഓക്കെ, 2, 3 ഫോട്ടോ കിട്ടി. ഫോട്ടോ സെറ്റാണ് മുത്തേ, ഫോട്ടോ സെറ്റായി. നിങ്ങളെന്ത് പറയണം, ഫോട്ടോ സെറ്റാണ് മുത്തേ. ലൊട്ടയായില്ല മുത്തേ, ഫോട്ടോ സെറ്റ്. എടാ പിന്നെ വണ്ടി അഴുക്കായി പോകാമെന്ന് നിങ്ങൾ പറയില്ല, നിങ്ങളാണ് വണ്ടി അഴുക്കായി കൊണ്ടുപോകുന്നത് കേട്ടോ ഗൈസ്, എൻ്റെ പറയില്ല. എടാ മുത്തേ ഫോട്ടോ സെറ്റ്. ഡബ്ല്യു ഫോട്ടോ കിട്ടി. റാപ്പേടുന്നേ ബഫറിങ് ആടാ മുത്തേ. മാർക്കോ അതിപ്പോൾ മാറിയില്ലടാ മുത്തേ, മാറിയില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വന്നേണ്ടാ മുത്തേ. ഇപ്പോൾ മാറി. അത് ചെറുതായിട്ട് ഈ ലൊട്ട എന്തരായാണ്. ഇപ്പോൾ ഓക്കെ അല്ലേ മുത്തേ? ഇപ്പോൾ ഓക്കെ. നല്ല കാര്യം. ഗൈസ് 19 വാച്ചും കൊണ്ട് മുത്തേ. സബ് നോക്കിയാണ് 969. അനങ്ങണില്ല ഗൈസേ. എന്ത് മുത്തേ, സീരിയസ്ലി എന്ത് മുത്തേ, എന്ത് സബ് അനങ്ങണില്ല. ചായ വേണോ? ചായ എന്നാ മുത്തേ, ചായ നമുക്ക് കട തന്നെ വേണേ. ആ കട എൻ്റെയും കൂടെ ഇല്ല, നോക്കാം. മുത്തേ ഇന്ന് ഹാപ്പി ഡേ ആണ് മുത്തേ കേട്ടോ. ഇന്ന് 1K കൂടെ ആയ പ്രോപ്പർ ഹാപ്പി. ഓക്കെ, 1K ഒരു പക്ഷേ ആയില്ലേ പോലും, ഈ ഒരു ലൈവിലായില്ലേ പോലും എന്തായാലും സന്തോഷമാണ്. കാരണം വെച്ചാൽ അറിയാലോ മറ്റേ സാധനം എന്താണ്, ഫ്ലൈയിങ് സ്കൂളിൽ കിട്ടി. അത് പിന്നെ അയ്യോ എടാ മുത്തേ, നമ്മൾ എടാ ഗിറ്റാർ വായിക്കണേ, നിങ്ങൾ മനസ്സ് തെറ്റിയിരിക്കില്ല മുത്തേ. ഗിറ്റാർ വായനേ മുത്തേ. എടാ അതെന്തിനാണ് സാധനം അർജുന, എന്തൊരു സാധനമാണത്? അതെന്തിനാണ് കൈസ് നിൽക്കുക നോട്ട്? എന്തിനാണ് സാധനം? ബാക്കി ആരും ഇട്ടിച്ചില്ലല്ലോ മുത്തേ, ഞാൻ എന്തിനെങ്ങനെ ഇടണം? എന്തിനാണ് സാധനം മുത്തേ? അതാണ് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ ഇടണം. എന്തൊരു സാധനം? വല്ല ഗ്യാങ്ങിൻ്റെ എങ്ങനെയാണോ ഇനി 18+ ഒട്ടെന്നാ? എടാ മുത്തേ ഗിറ്റാർ വായന. നോ ഡർട്ടി മൈൻഡ് മുത്തേ, നോ ഡർട്ടി മൈൻഡ്. ഞാൻ വണ്ടിയുടെ മുത്തേൻ്റെ പൈസയൊക്കെ മതി. 1000-15,000 രൂപ. 50 മില്യൺ അതിന് അയക്കല്ലേ മുത്തേ, 50 മില്യൺ ആടാ. എന്നാ ഞാനും എന്നാ. എടാ നീ വേറെ അർത്ഥത്തിലാണ് ആക്കണം മുത്തേ, സീരിയസ്ലി മുത്തേ. എടാ ഇതെന്ത് ലോട്ട? ഇതെൻ്റെ വണ്ടിയല്ലേ? എടാ എന്ത് ലോട്ട മുത്തേ കാണിച്ചു വെച്ചേക്കണം. ഊറാപ്പേടുന്നേ തനന്ന എടാ മുത്തേ മാറിക്ക് മുത്തേ, ഇതെന്ത് ലൊട്ട കാണിക്കാൻ മുത്തേ, സീരിയസ്ലി മുത്തേ. എടാ അങ്ങോട്ട് ഒടിഞ്ഞ് കാറൊക്കെ നോക്കാം ഇവിടെ ഉള്ള. ഇത് നോക്കിയിടേ പാർക്കിംഗ് സെറ്റ് എന്നാ. ഓ ഇത് സെറ്റാണല്ലോ മുത്തേ. ഇത് ഡബ്ല്യു റുബക്സ് അല്ലേ മുത്തേ? സീരിയസ് എടാ ഇവൻ്റെ ഡബ്ല്യു കാറുണ്ടാ? സീരിയസ്ലി ഉള്ള കാര്യം പറയില്ല, റുബക്സിൻ്റെ ഇരിക്കണ കാറൊക്കെ കാണാം. സീരിയസ്ലി ഡബ്ല്യു മുത്തേ, ഡബ്ല്യു കാർ. എൻ്റെ ഇതേപോലെ ഒരു ഗേൾ കാറുണ്ട്, അവൻ തന്നെയാണ് നീല. സീരിയസ്ലി ആക്കെ ഡബ്ല്യു ആണ് മുത്തേ, സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. ഡബ്ല്യു ഓർ വാട്ട് മുത്തേ, ഡബ്ല്യു ഓർ വാട്ട്. ഇവിടെ എന്തിലോട്ടാ? ഒറായോ എന്തിനാ ഒറ എന്നാ? എന്തിനാ ഒറ? കൈ ഒറയാണ്. ഡ്രൈവ് തിരുവുന്ന ഒലാസ്. നീ തമിഴനാ ഒത്തേ? തിരുവുന്ന എന്തിന്? തിരു ഡ്രൈവ് തരുന്ന. എടാ ഒലാസ് ചോദിച്ചാണ് ഡ്രൈവ് തരുമെന്ന്. നിനക്ക് ലൊട്ട തരും പോടാലോട്ടെ, എഴുതി വെച്ച കണ്ടാൽ ഡ്രൈവ് തരുമെന്ന്. ഡ്രൈവ് തരൂന്ന്. ലൊട്ട തരും പോടാലോട്ടെ നീ, നിൻ്റെ ലോട്ട ഒലാസിൻ്റെ ലോട്ട. നമുക്ക് ചായ കുടിക്കാടെ ചേട്ടെ. എന്തായാലും ഫ്ലൈയിങ് സ്കൂളിലൊക്കെ എടുത്തോണ്ട് വന്നല്ലേ, 2 ചായയും കുടിച്ച് മറ്റേ ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പോവാം, വിശക്കണ്. ഊറാപ്പേടുന്നേ. റെഡ് ബോക്സ് മുത്തേന്നാ പറ മുത്തേ. എടാ നമ്മൾ സബ് കൗണ്ട് എന്താ മുത്തേ അനങ്ങാത്ത? സീരിയസ്ലി മുത്തേ സബ് കൗണ്ട് അനങ്ങണില്ല. എടാ ഉണക്ക കഥ നീ ഒലാസിൻ്റെ ആൾ തന്നെ, സീരിയസ്ലി തുറക്കാൻ പറ്റില്ല. ഓക്കെ എടാ മാറാ ബോട്ടിലോട്ടെ, ബോട്ട്. ചായ ഒരു ടീ എല്ലാവരും കോഫി കുടിച്ചാലേ? ഒരു ടീ കുടിക്കാം, ടീ കുടിക്കാം, കോഫി വേണ്ട. ഒരു ടീ ചേച്ചി, ഒരു ടീ.
റെഡ് ബോക്സ് ഞെറ്റിക്കൽ ബിരിയാണി കഴിക്കാം. ആദ്യം നമുക്ക് ചായ കുടിക്കട്ടെ, അതിനുശേഷം നമുക്ക് എന്താ നോക്കാം. ചായ കുടിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും. ഉണർവ് എടാ മുത്ത ഇവൻ്റെ കാണിക്കണ ഞാൻ താടി വയ്ക്കാൻ പോവുകയാണ്. താടി വയ്ക്കാൻ പോണ മുത്തേ? ഓക്കേടാ മുത്തേ, ഓക്കെ താടിക്കാരനാകാൻ പോകണം നീ. ഓക്കെ എടാ മുത്തേ പൈസ ഉണ്ടോ? വേണ്ട 50 മില്യൺ ഉണ്ട്. നിങ്ങൾ പൈസ അയക്കില്ല, അയച്ചാൽ നിങ്ങൾക്ക് പോകുന്നേ ഉള്ളൂ. എനിക്ക് ഉണ്ട്. എന്തിനാണ്? എന്തിന്? വെപ്പ് താടിയാണോ ഒന്ന്? എടാ മുത്തേ നമ്മളൊക്കെ റിയൽ താടിയാണ് മുത്തേ, സീരിയസ്ലി നമ്മളൊക്കെ റിയൽ താടിയാണ്. നമ്മളെയൊന്നും അങ്ങനെ ഊരിപ്പോണ ഉണക്ക താടിയല്ല, വെപ്പ് താടിയിലൊട്ടയില്ല. നമ്മളൊക്കെ റിയൽ താടിയാണ് മുത്തേ. എടാ മുത്തേ നമുക്ക് സബ് കൂടണല്ലോ മുത്തേ, സീരിയസ്ലി. വൈ മുത്തേ വൈ പോടിയുന്ന ഞാൻ കാലിലാണ് ഹാൻഡപ്പെന്നാ. എടാ ഹാൻഡ്സപ്പാടാ മുത്തേ, ഹാൻഡപ്പെന്ന് എന്ത് ഹാൻഡ്സപ്പിന് ഹാൻഡപ്പെന്നാ? എടാ ലൊട്ടെ മാറാ ബോട്ടിലോട്ട മാടാ മച്ചാന്മാരെ. ഉലകാസിൻ്റെ കുറേ ബോട്ടിലോട്ടകളുണ്ട് സീരിയസ്ലി മുത്തേ. മുത്തേ 969 സബ്ബടാ. ഇത് കാണുമ്പോഴാണ് മുത്തേ ഉള്ള കലി ഇവിടെ പറഞ്ഞത്. സീരിയസ്ലി മുത്തേ നമ്മൾ 1 അവറായിട്ട് ലൈവ് ചെയ്യണം. ആ ലൈവ് ചെയ്യണമെങ്കിൽ അർത്ഥമില്ലേ മുത്തേ? പവേഡ് ബൈ ഇതല്ല എൻ്റെ ഫ്ലൈ സ്കൂളിൽ എവിടെ? എൻ്റെ എവിടെ? എൻ്റെ അടുത്തോണ്ടായാലും പോയാ? എടാ എൻ്റെ എവിടെ? എടാ എൻ്റെ ഫ്ലൈ സ്കൂളിൽ ആരുടെ അടുത്ത് പോയടാ? നിൽക്കേ, ഇവിടെ ആര് കൊണ്ടിട്ടാ? എടാ പോടാ ലൊട്ടെ ഓല, എൻ്റെ ഉണക്ക വുഡ് ലൊട്ട, പോടാ ലൊട്ടെ, കളിയാക്കണം. അടി എൻ്റെ ഫ്ലൈ സ്കൂളിൽ ഇവിടെ ആര് കൊണ്ടിട്ടാ? കാണുമ്പോൾ തന്നെ അറിയാലേ ഗൈസ്, എൻ്റെ ഫ്ലൈ സ്കൂളിൽ ഉന്നോ പുന്നോ ഗൈസ്. ഈ ഫ്ലൈ സ്കൂളിനെ പറ്റി ആർക്കും ഒരു കുറ്റവും പറയാൻ പറ്റില്ല ഗൈസ്. സീരിയസ്ലി ചാക്ക്. എൻ്റെ പൊന്നെ ചെറുക്കാൻ പറഞ്ഞ 8 മണിക്കൂർ സംതിങ് എടുത്താണ് എനിക്ക് വേണ്ടി പണിഞ്ഞെന്നാണ് പറഞ്ഞത്. എടാ നിനക്കൊക്കെ കഠിനാധ്വാനം, സീരിയസ്ലി കഠിനാധ്വാനി മുത്തേ, കഠിനാധ്വാനി മുത്തേ. മാറാ ഡ്രിഫ്റ്റ് കിങ്ങന്ന ആര് മുത്തതല്ല. എടാ 1K നമ്മളാവാൻ സമ്മതിക്കുമല്ലോ ഗൈസ്. എടാ എനിക്ക് വേണം 1K ആവാ. എടാ നിങ്ങൾക്ക് ആർക്കും ഗീവ് ഒന്നും വേണ്ട ഗൈസ്. ഒരു കാർ തന്നാലും വേണ്ട നിങ്ങൾക്കിപ്പം. എന്ത് പറയട്ടെന്നാണ്. എടാ ഇത് ഡ്രിഫ്റ്റ് റൂം അല്ല മുത്തേ, സീരിയസ്ലി. നമ്മൾ ഡ്രിഫ്റ്റ് റൂം ആക്കില്ലല്ലേ പറഞ്ഞ പോലെ. ഡ്രിഫ്റ്റ് റൂം പോയാലാ ഇത് വെച്ചോണ്ട് ഫ്ലൈങ് സ്കൂളിൽ വെച്ച് ഡ്രിഫ്റ്റ് അടിക്കാൻ പോയാലാ? വൈബായിരിക്കും, അത് പിന്നെ പറയണ്ട. ഉയ്യോ എടാ ഉണക്ക ഒരു തെണ്ടിക്കല്ല്. എടാ ഇതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. 11 ലക്ഷം മുത്തേ എനിക്ക് എടുത്ത വേസ്റ്റായി പോയി മുത്തേ. ഓൾറെഡി 50 മില്യൺ ഇരിപ്പുണ്ട് സീരിയസ്ലി. എടാ ഗൈസ് ആരെങ്കിലും ലൈവ് ആണ് ഗൈസ്, ഏതെങ്കിലും യൂട്യൂബർ ലൈവ് ആണ് ഗൈസ്, വേണേൽ പറയണം. നിങ്ങൾക്ക് ഇപ്പോൾ വണ്ടി റിവീൽ ചെയ്യേണ്ട ഗൈസ്, വേണേൽ ഞാൻ വരായിരുന്നു. ഇപ്പോൾ ഫ്രീ ആയിട്ടേക്ക് വരുന്നു. എനിക്ക് ഇതൊന്ന് ജസ്റ്റ് ഓണാക്കി വെക്കാം. അത് ഡ്രിഫ്റ്റ് അടിച്ച് കളിക്കണമല്ല, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ചുമ്മാ അടിച്ച് നോക്കാം. അത് തന്നെ. കൊള്ളാലടാ. എടാ കൊള്ളാലടാ മുത്തശ്ശ, മര്യാദയ്ക്ക് വന്നായിരുന്നു. സ്ഥലം കുറവാണ്, അതാണ് ഇത്തിരി. മുത്തെത്തി മാറ്. ആടാ ലോട്ട ഇത്തിരി. ഓക്കെ സെറ്റ്. മൈക്കാർ റിവീൽ എന്നാ? എടാ ധ്യാൻ പറ്റി നിൻ്റെ റിവീൽ നിന്നല്ലടാ ഞാൻ വന്ന. നീ ഒരു മോഡിഫൈഡ് പോലും അല്ലാത്തൊരു കാർ എടുത്തല്ലേടാ മുത്തേ വന്നത്. ഞാൻ അതിനെന്തിനു പറയാം മുത്തേ. റെഡ് ഫോക്സ് ബ്രദർ മൈക്കാർ റിവീൽ എന്നാ? BLC ട്രിക്കോ നിൻ്റെ റിവീലിംഗ് പറഞ്ഞാൽ മുത്തേ, നീ ആ പാസും ID ഉണ്ടല്ലോ, അത് രണ്ടും കിട്ടാൻ മുത്തേ. മുത്തേ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ലൊട്ട കാർ കൊണ്ടുവരല്ലേ, ലൈവാണ്. എല്ലാവരും കൂടെ ഊക്കി തോലയ്ക്ക് അവസാനം നിൻ്റെ കാർ കണ്ട ലൊട്ട ആയിട്ട് കൊണ്ടുവന്നു. അത്ര എനിക്ക് പറയുള്ളൂ. നിങ്ങൾ റിവീലിംഗ് എന്ന് ചുമ്മാ പറയില്ല കേട്ടോ ഗൈസ്, ചുമ്മാ പറയില്ല, അത്രയേ ഉള്ളൂ. എടാ വലിയ ചേട്ടാ കണ്ടു നോക്കട്ടെ. റെഡ് ഫോക്സ് ബ്രോ റെഡ് ഫോക്സ് മുത്തേ 1 ഡേ MR റിസൾട്ട് ഷമീർ റെയ്ഡ് യു ചാനൽ എന്നാ? എനിക്ക് അറിഞ്ഞോളത്തെ അതിന് ചാൻസ് ഉണ്ടാകുന്നോ ബ്രോ? ഒന്ന് റൂം ഇടുക, അതിൽ വരാം. എടാ നല്ല കാറ് തന്നെയാണ് മുത്തേ, അവസ്ഥ ലൊട്ട എടുപ്പിക്കല്ലേ.
മച്ചാ നല്ല കാർ തന്നെ റിവ്യൂവിൽ കൊണ്ടുവരണ. അത് പറയട്ടോ അവിടെ പറയണോടാ, ഇല്ലെങ്കിൽ ജസ്റ്റ് കൊണ്ടുവരേണ്ട കാർ നേരത്തെ വന്ന പോലെ ആയി പോലും. ആ തന്നെ എന്നാ ഓക്കെ ഓക്കെ പ്ലീസ് ബ്രോ ഒന്ന് ഇടാ മുത്തി. സത്യം പറഞ്ഞാൽ അത് എന്തിനാണ് അങ്ങനെ ഇടണം? അതെനിക്ക് എന്തോ അങ്ങനെ ഇട്ടാൽ ലൊട്ട ആവില്ല. നമുക്ക് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ഇട്ടാൽ ലൊട്ട ഫീൽ ആയ പോലെ തോന്നി. അതാണ് മനസ്സിലായില്ലടാ മച്ചാനെ. അതാണ് ചെറിയൊരു ലൊട്ട അടിക്കണ പോലെ അങ്ങനെ ഇടുമ്പോൾ. അതാണ് മുത്തേ. സീരിയസ്ലി ഓഹോ അത് തന്നെ പാസ് 1349. മനസ്സിലായില്ല. BMW മീറ്റപ്പ് വയ്ക്കാനാ? പച്ചയ്ക്ക് ഊക്കിയാൽ മതി. പിന്നെ നെക്സ്റ്റ് ഡേ എല്ലാവരും സെറ്റ് കാറ് കൊണ്ടുവന്ന് റിവീലാക്കിക്കോളും. അതാണ് മുത്തി സത്യം. അടാ നമ്മൾ ചുമ്മാ എന്തിനാണ് റിവീൽ എന്ന് പറഞ്ഞ് ലൊട്ട പരിപാടി കാണിക്കാൻ നമ്മൾ പോണേ? അത്രേ ഉള്ളൂ. കറക്റ്റ് കാര്യമാണ് നീ പറഞ്ഞത്. ലൊട്ട കണ്ടാത്ത ലൊട്ട വേറെ ലൊട്ട എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ഏതെങ്കിലും റിവീലിന് പോകുമ്പോഴേ ഇനി വല്ല ലൊട്ട കാറാ കണ്ട സീരിയസ്ലി അങ്ങ് ഊക്കി തോലച്ചോ. അതവൻ്റെ മനപ്പൂർവ്വം ലൊട്ട എടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരണേം കൂടെ ആയിരിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് ലൊട്ട കണ്ട ലൊട്ടയെന്ന് തന്നെ പറഞ്ഞു. എന്താടാ മുത്തേ നീ ഇട്ടിട്ട് മാറ്റി കാല സബ് പ്രഞ്ഞല്ലേ? എന്നിട്ടാ മനസ്സിലായടാ ദേവ. എനിക്ക് മനസ്സിലായില്ല ദേവ എന്തരാ പറയണ എനിക്ക് മനസ്സിലാവില്ല. കുഴപ്പമില്ലാത്ത കാറാണ് എങ്കിൽ വരാം. അടുത്ത റിവീലാക്കിക്കോണേ മുത്തേ. സീരിയസ്ലി അവസാനം കയറുമ്പോൾ ലൊട്ട പരിപാടി മാത്രം കാണിക്കില്ലേ മുത്തേ?